ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ഡോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രണയത്തിലിരിക്കുന്ന ആളുകൾ മിക്കവരും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൻ്റെ പ്രണയനെ അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന ആ ഒരു പേഴ്സണെ എങ്ങനെയാണ് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ എനിക്ക് അതിനൊക്കെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കൂടിയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, സാധാരണ പ്രണയ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ വേദനിപ്പിക്കാറുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അവരെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ആയിരിക്കും ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതോടൊപ്പം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങളുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് അവരെ കൂടുതലായിട്ട് വേദനിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് 4 ആളുടെ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കുക എന്നുള്ള കാര്യം. ഇത് സാധാരണ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ പോലും നമുക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ പിന്നെ നമ്മൾ പ്രണയിക്കുന്ന ആളെ ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് തീരെ ഇഷ്ടാവില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെ വിളിച്ചിട്ട് 4 ചീത്ത പറയും. എന്ത് പരിപാടി കാണിച്ചത്, ഞാനിങ്ങനെ വരുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കണത്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വഴക്കാവും ചിലപ്പം. കാരണം നാണം കിടുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു പേഴ്സണെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ വെച്ച് അവരെ കളിയാക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അവർക്ക് തീരെ ഇഷ്ടമാവില്ല. അവർക്ക് ഇഷ്ടമാവില്ല എന്ന് മാത്രമല്ല, അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആളുകൾക്കും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുക, അതിനെക്കുറിച്ച് മാത്രം അവരോട് സംസാരിക്കുക, അതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കേൾക്കുന്ന ആൾക്ക് വലിയ സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ നെഗറ്റീവ് മാത്രം കാണാതെ ആ പേഴ്സണിൽ പോസിറ്റീവ് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും ഒരു നെഗറ്റീവും മറ്റൊരു പോസിറ്റീവും ഉണ്ടായിരിക്കും. ആ പോസിറ്റീവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ അവർക്കത് വലിയ രീതിയിൽ വിഷമം ഉണ്ടാകില്ല. കാരണം അപ്പുറത്തൊരു പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ തന്നെ നിങ്ങൾ അവരുടെ നെഗറ്റീവ് എടുത്ത് സംസാരിക്കരുത്. പകരം അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ അവർക്ക് നിങ്ങളോടും ദേഷ്യം തോന്നില്ല, വിഷമവും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രണയത്തിലൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുകയോ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് അവരെ ഒരുപാട് വിഷമിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, പ്രോമിസ് ഒക്കെ പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകൾക്കും വരുന്നൊരു മിസ്റ്റേക്ക് ഇതാണ്. വാക്ക് കൊടുക്കുക ചെയ്യും, ഞാൻ നിനക്ക് അത് വാങ്ങിത്തരല്ലേ, ഞാൻ അന്ന് കാണാൻ വരാം, ഇന്ന സമയത്ത് ഞാൻ എത്തുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രോമിസ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഏതായാലത്തെ പോലെ ഒരു വരില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഓരോ പ്രാവശ്യം വാക്ക് തെറ്റിക്കുമ്പോഴും അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം ഓരോ പടിയായിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പറയാറില്ലേ, വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു ബന്ധത്തിൻ്റെ അടിത്തറയിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം പോലും ഇല്ലാതാവും, അടിത്തറ ഇല്ലാതാവും എന്നുള്ളത് മനസ്സിലാക്കുക. വിശ്വാസം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ ഇല്ലാതാവും. അപ്പം നിങ്ങൾ കൊടുക്കുന്ന വാക്കുകൾ പാലിക്കാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു തരം ദേഷ്യവും അതുപോലെ തന്നെ ഒരു വാക്കിന് വിലയില്ലാത്തൊരു പേഴ്സൺ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും. മീൻസ് നിങ്ങളുടെ വാല്യൂ നല്ല രീതിയിൽ പോകും. അങ്ങനെ ആകുമ്പോഴും നിങ്ങളുടെ ബന്ധം നന്നായിട്ട് പോവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് അവരെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഒരാൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് നമുക്ക് അവരോട് എത്ര സ്നേഹമുണ്ട്, അവർക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളിലൂടെ ആ പേഴ്സണ് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വാക്കുകൾ കൊടുത്തിട്ട് പാലിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് അത്ര വിലയെ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം പറയുമ്പോൾ, മിക്ക ആളുകളും ചെയ്യുന്നതാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചുമ്മാ ചെയ്യുന്നൊക്കെ ആയിരിക്കും കേട്ടോ, അവർക്ക് ചുമ്മാ ഒന്ന് വിഷമിപ്പിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും വലിയ നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിന്നല്ലാതെ അനുഭവിച്ച ആർക്കും തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ ഇമോഷണലി നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടോ, നിങ്ങൾ അവരെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ കാണാൻ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങളോടുള്ള വിശ്വാസമൊക്കെ ഇല്ലാതാക്കുകയും
നിങ്ങളോടുള്ള ഒരു വെറുപ്പ് കൂടുതലാക്കുകയും ചെയ്യുക. കാരണം അവർ ചിന്തിക്കും ഇപ്പം ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടക്കേട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇമോഷണലി ആ ഒരു പേഴ്സണെ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുക. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മാത്രമല്ല നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതും കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് പോയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്